മാർച്ച് മാസമാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ താപനില കൂടി വരികയാണ്. സൂര്യാഘാതത്തിനുള്ള സാധ്യതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്താണ് സൂര്യാഘാതമെന്നും സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും സൂര്യാഘാതം ഏറ്റാൽ എന്ത് ചെയ്യണമെന്നും നോക്കാം. അന്തരീക്ഷ താപം പരിധിക്കപ്പുറം ഉയർന്ന് ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും താറുമാറാകുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. സൂര്യപ്രകാശം ഏറ്റവും കടുത്ത അവസ്ഥയിൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെയാണ് സൂര്യാഘാത സാധ്യത. 10 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്കാണ് സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ. ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. മരണം വരെ സംഭവിക്കാം. ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അതികഠിനമായ തലവേദന, തലകറക്കം, ചുഴലി രോഗലക്ഷണങ്ങൾ, ഉയർന്ന നാഡിമിടിപ്പ്, ബോധക്ഷയം, ഓക്കാനം, പേശിമുറുകൽ, അമിതമായ ദാഹം, കുഴഞ്ഞുവീഴൽ, അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റ പോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം. വെള്ളം ധാരാളം നൽകണം. ഇളനീർ, നാരങ്ങാവെള്ളം എന്നിവയും നൽകാം. ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അയച്ചിടണം. ശരീരത്തിൽ വെള്ളം തളിക്കണം. നനഞ്ഞ തുണി ശരീരത്തിലിടാം. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ആളെ ഇടതുവശത്തേക്ക് ചെരിച്ചു കിടത്തുകയാണ് നല്ലത്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. അയഞ്ഞ ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കുട ഉപയോഗിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. ഫാൻ, AC എന്നിവ വീട്ടിൽ ഉപയോഗിക്കണം. വായുസഞ്ചാരമുണ്ടാകാൻ ജനാലകൾ തുറന്നിടണം. ചായ, കാപ്പി, മദ്യം എന്നിവ ഒഴിവാക്കണം. സൂര്യാഘാതം ഉണ്ടാകാതെ നോക്കുന്നതാണ് ഏറ്റവും നന്ന്. ഉണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സമയം കളയാതെ വൈദ്യസഹായം തേടുകയും വേണം. റിസർച്ച് ഡെസ്ക് 24.